എപി വിഭാഗത്തിനെതിരെ ആഞ്ഞടിച്ച് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ തിരുകേശ വിവാദം ജനങ്ങളെ വഞ്ചിക്കാനാണെന്ന് സമസ്ത മധ്യമേഖലാ സമ്മേളനത്തിൽ അദ്ദേഹം തുറന്നടിച്ചു. ഇത് കച്ചവടവൽക്കരണമാണ്. വഞ്ചനയും കാപട്യവുമുള്ള പണ്ഡിതന്മാരെ എതിർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കബളിപ്പിക്കുന്ന രീതിയിലുള്ള വഞ്ചനാപരമായ പ്രവർത്തനവുമായി കൊണ്ടാണ് അവർ ഇറങ്ങി തിരിച്ചത്. അത് വെറും കച്ചവട കമ്പോളവൽക്കരണം മാത്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രവാചക തിരുകേശം കൈവശമുണ്ടെന്ന കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാരുടെ അവകാശവാദത്തിനെതിരെയാണ് സമസ്ത ഉപാധ്യക്ഷൻ കൂടിയായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഈ പ്രസ്താവന. തിരുകേശം സ്ഥാപിക്കുന്നതിന് പള്ളി നിർമ്മിക്കാൻ പിരിച്ച പണം തിരികെ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പള്ളി നിർമ്മാണത്തിന് ഹൈദരലി ശിഹാബ് തങ്ങളും പണം നൽകിയെന്ന് നേരത്തെ കാന്തപുരം എപി അബൂബക്കർ മുസ്ലിയാർ വ്യക്തമാക്കിയിരുന്നു. ആരെയെങ്കിലും അങ്ങനെ വഞ്ചിച്ചുകൊണ്ട് കൂപ്പൺ അവരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് ആരെന്തെങ്കിലും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം അവർ തിരിച്ചു കൊടുക്കണമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എപി വിഭാഗം സമസ്തയെയും പാണക്കാട് തങ്ങൾ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. എവിടെയെങ്കിലും ബാനറുകളോ അല്ലെങ്കിൽ പോസ്റ്ററുകളോ ഒട്ടിച്ചുകൊണ്ട് സമസ്ത ഉലമ കോൺഗ്രസ് എന്ന് ഇവിടെ എഴുതി ചേർത്താൽ ഒരിക്കലും തന്നെ അത് സമസ്തയാവുകയില്ല. അത് വെറും ഡ്യൂപ്ലിക്കേറ്റ് പ്രസ്ഥാനമായി ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് എന്ന് എപി ഇ.കെ. സുന്നി ഐക്യത്തിന് കളമൊരുങ്ങുന്നുവെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു. ഐക്യസാധ്യത ഏറെ വിദൂരമാണെന്ന് വ്യക്തമാക്കുന്നതാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വാക്കുകളും സമസ്ത മധ്യമേഖല ഉലമ സമ്മേളനവും.